കർത്താവിൽ പ്രിയരെ, സ്വർഗീയ പിതാവിൻ്റെ ദാനമായ ഈ പുതിയ ദിവസം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപൂർണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ. നമ്മുടെ പിതാക്കന്മാരെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും അല്ലെങ്കിൽ ആ പ്രകാശത്തിലും നടത്തിയ സർവശക്തനായ ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട് എന്നത് എത്ര സന്തോഷകരമായ കാര്യമാണ്. ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രമിക്കാം. ഇന്നും യേശുവിനോടുകൂടി തന്നെ നമ്മുടെ യാത്ര തുടരാം. തുടർന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കട്ടെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ വേദപുസ്തകത്തിലെ താക്കോൽ വാക്യമായ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായം 16-ാം വാക്യമാണല്ലോ. ഇവിടെ പൗലോസ് പറയുന്നത് ദൈവം ഇങ്ങോട്ട് സ്നേഹിച്ച വിഷയമല്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. ആദ്യമേ ഞാൻ പറഞ്ഞുവല്ലോ എന്തുകൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്. പിതാവായ ദൈവം തൻ്റെ ഓമനകുമാരനെ മനുഷ്യന്റെ രക്ഷയ്ക്കായി, പാപത്തിന് പരിഹാരമായി ഈ താണലോകത്തിലേക്ക് അയച്ചു. റോമാലേഖനം 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്നേഹത്തിന്റെ മാഹാത്മ്യം അല്പം കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. ഇങ്ങനെയാണ് ആ വാക്യം: ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആർ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? മനുഷ്യന് ലഭിക്കാവുന്ന പരമോന്നതമായ ദൈവിക ദാനമാണ് യേശുക്രിസ്തു. അതിനെ തന്നെ പിതാവായ ദൈവം നമുക്ക് നൽകിയെങ്കിൽ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. സ്നേഹം എന്നത് അന്യോന്യം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും യഹോവയായ ദൈവവും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദൈവത്തിന്റെ ദൂതൻ മുഖാന്തരമാണ് അത് അരുളി ചെയ്യുന്നത്. ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച തന്റെ ഏകജാതനായ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്നുള്ള ദൈവിക കൽപ്പന പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് യാഗത്തിന് പോവുകയാണ്. ആ സമയമൊക്കെ അബ്രഹാമിന്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾ നമുക്കൊരുപക്ഷെ ഊഹിക്കാൻ പോലും കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം ദീർഘവർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച തന്റെ മകൻ ഇനി ഏതാനും മണിക്കൂറുകൾ, നിമിഷങ്ങൾ കഴിയുമ്പോൾ ചാമ്പലായി മാറാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ദയയില്ലാത്ത ഒരു കാര്യം എന്നോട് ചോദിച്ചത്, അല്ലെങ്കിൽ ദയയില്ലാതെ എന്നോട് ചോദിച്ചത്? ചോദ്യത്തിന്റെ ഉത്തരവും അബ്രഹാമിന്റെ മനസ്സിൽ തന്നെ തെളിഞ്ഞു കാണും. ചാരത്തിൽ നിന്ന് സന്തതിയെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തിന് ആരോടും കടം വാങ്ങേണ്ട കാര്യവുമില്ലല്ലോ. ഒരു ഇസഹാക്കിനെ ദൈവത്തിന്റെ നാമത്തിനായി കൊടുക്കുമെങ്കിൽ ബഹുജാതികളുടെ പിതാവാക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം അത് വെറും വാഗ്ദത്ത വാക്കുകളായിട്ട് അവശേഷിപ്പിക്കുമോ? ഒരിക്കലുമില്ല. ഇതൊക്കെ അബ്രഹാം ഹൃദയത്തിലൂടെ ചിന്തിച്ചുറപ്പിച്ചു. തനിക്ക് ബോധ്യപ്പെട്ടു, ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുകയില്ല. യഹോവയായ ദൈവം പറഞ്ഞ അതേ സ്ഥലത്ത് ഇസഹാക്കുമായി അബ്രഹാം എത്തിയിട്ട് കയ്യും കാലും കെട്ടിയിട്ട് യാഗപീഠത്തിലേക്ക് മകനെ എടുത്തു കിടത്തി. വാളോങ്ങി വെട്ടാൻ തുടങ്ങിയപ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ മുഖാന്തരം ഇങ്ങനെ ഒരു അരുളപ്പാടുണ്ടാകുന്നത്: അബ്രഹാമേ, അബ്രഹാമേ എന്നുള്ള വിളി. തുടർന്ന് ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന ശബ്ദം. തുടർന്ന് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അബ്രഹാമിന് ദൈവത്തോട് സ്നേഹവും വിശ്വാസവും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് തന്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കുവാൻ അബ്രഹാം തയ്യാറാകുവാനുള്ള കാരണം. വീണ്ടും ദൂതൻ മുഖാന്തരമുള്ള ദൈവശബ്ദം ഇങ്ങനെയാണ്: നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു.
നോക്കൂ പ്രിയരെ, ദൈവത്തെ സ്നേഹിച്ചു എന്ന കാരണത്താൽ അബ്രഹാമിന് നഷ്ടം സംഭവിച്ചില്ല. തന്നെയുമല്ല, അനവധിയായ വാഗ്ദത്തങ്ങൾ പിന്നെയും അബ്രഹാമിന്റെ മേൽ ദൈവം കൊടുത്തു. നിങ്ങൾ ഒരുപക്ഷെ ദൈവനാമത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളെ പരിഹസിക്കുന്നവരുണ്ടാവാം, മണ്ടനാണെന്നും പൊട്ടനാണെന്നും ഒക്കെ വിളിക്കുന്നവരുണ്ടാവാം. എന്നാൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ധൈര്യമായിരിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമോ അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കാനുള്ള തീരുമാനത്തോടെ മുന്നോട്ട് പോവുക. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങേ ആഴമായി സ്നേഹിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.